ഹലോ LCHF, എന്തൊക്കെയുണ്ട് വിശേഷം? ഇനി ഞാൻ വന്നിട്ടുള്ളത് നാട്ടിൽ നാടനായിട്ട് കിട്ടുന്ന പാൽ വെച്ചിട്ട് റെസിപ്പിയാണ്. അതായത് പനീറും ക്രീം ചീസും എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങിക്കുമ്പം എന്തെല്ലാം പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് എന്നറിയില്ല. അപ്പോൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പാൽ കിട്ടുമെങ്കിൽ ആ പാൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കണം. അപ്പം ഫാറ്റൊന്നും കളഞ്ഞിട്ടുണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള വിശ്വസനീയമായ പാൽ തന്നെ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ ക്രീം ചീസും പനീറും എങ്ങനെ തയ്യാറാക്കാമെന്നും പനീർ കൊണ്ടൊരു പക്കാവട റെസിപ്പിയുമാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ സൊസൈറ്റിയുടെ വാഹനം വരും. അതിൽ നിന്നാണ് അടുത്തുള്ളവരും വീട്ടിലൊക്കെ പാൽ വാങ്ങിക്കാറുള്ളത്. അതുപോലെ തന്നെ പനീർ പൊരിച്ചെടുക്കാൻ കുറച്ച് കൂടുതൽ പാൽ വേണം. അപ്പം വീടുകളിൽ നിന്ന് കിട്ടില്ലെങ്കിൽ ഇതുപോലെ സൊസൈറ്റിയിൽ നിന്ന് പാൽ കൂടുതലായിട്ട് കിട്ടും. അടുത്ത് പശുവിനെ വളർത്തുന്നവരൊക്കെ അവരുടെ പാത്രങ്ങളിൽ റെഡിയാക്കിയിട്ട് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഒരുപാട് ആളുകളിൽ നിന്ന് വാങ്ങിച്ച ഒരുപാട് പാൽ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ സൗകര്യമാണ്. എന്തായാലും ഞാൻ എൻ്റെ പാത്രം നിറയെ പാൽ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരു പാക്കറ്റ് പനീർ വാങ്ങിക്കുമ്പോൾ തന്നെ അതിന് 90 രൂപയോളമൊക്കെ ആവറേജ് വിലയുണ്ട്. ഇപ്പം ഇങ്ങനെ വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസനീയമായ പാൽ തന്നെ കിട്ടും, നാടൻ പാൽ കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണ് കുറച്ചുകൂടി ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ഗ്ലാസ് പാലിന് 10 രൂപ പ്രകാരമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ 6 ഗ്ലാസ് 60 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പാൽ പിരിച്ചിട്ട് എത്രത്തോളം പനീർ കിട്ടുന്നുണ്ടെന്ന്. പനീർ ഉണ്ടാക്കാൻ വേണ്ടിയും ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയും ഒരുമിച്ചാണ് ഞാനിത് പിരിച്ചെടുക്കുന്നത്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാൻ തീ ഓണാക്കുകയാണ്. പതുക്കെ ഇളക്കി കൊടുക്കാം. പാല് തീ ഓണാക്കി കഴിഞ്ഞാൽ പതുക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. 6 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പാലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി പതുക്കെ തിളച്ച് വരുമ്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഓരോ ടീസ്പൂണായിട്ട് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് ഇളക്കുകയാണ്. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാലിവിടെ ചെറുതായിട്ട് പിരിഞ്ഞ് വരുന്നുണ്ട്. 1 സ്പൂൺ കൂടി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാലിവിടെ പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കൂടി ചെറുനാരങ്ങ നീര് ചേർക്കുകയാണ്. 1 ലിറ്റർ പാലിൽ നിന്നും 200 ഗ്രാം വരെ പനീർ കിട്ടും. കൊഴുപ്പ് കൂടിയ പാലാണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. എരുമപ്പാലാണെങ്കിൽ 250 ഗ്രാം വരെ പനീർ ലഭിക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. ഇപ്പം നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ കൂടി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 75% പാല് പിരിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ബാക്കിയുണ്ട് പിരിയാൻ. 1 സ്പൂൺ കൂടി ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട്.
ഇപ്പം പാല് നന്നായി പിരിഞ്ഞു കഴിഞ്ഞു. പാല് നന്നായി പിരിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാലിലുള്ള വെള്ളം മഞ്ഞ നിറമായിട്ടുണ്ടാകും. ഇപ്പം ശരിക്കും മഞ്ഞ നിറമായിട്ടുണ്ട്. ഇപ്പം റെഡിയായി. പാല് പിരിക്കുന്ന പണി കഴിഞ്ഞു. പാല് നന്നായി പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വൃത്തിയുള്ളൊരു തോർത്തിലേക്ക് പിഴിഞ്ഞെടുക്കണം. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഞാൻ പിരിച്ച പാല് അരിച്ചെടുക്കുകയാണ്. അതിന് വൃത്തിയുള്ളൊരു തോർത്ത് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇടാം. ഇനി ഇത് തുണിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഞാനിതൊരു പരന്ന പാത്രത്തിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ക്രീം ചീസ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് കാണിക്കാം. കുറച്ചെടുത്തിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമ്മൾ പാൽ പിരിച്ച വെള്ളത്തിൽ നിന്നും 1-2 സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ബാക്കിയുള്ളത് പനീർ കട്ടിയാവാൻ വേണ്ടി ഈ തുണിയിൽ ടൈറ്റായിട്ട് പിരിച്ചെടുക്കാം. അടപ്പ് ഞാൻ കമഴ്ത്തി വെച്ചു. ഇനി ഇതിന് മുകളിൽ കനത്തിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അമർന്നിരിക്കണം. ഞാൻ ഈ ഷേപ്പിലുള്ളൊരു ചെറിയൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നല്ലൊരു കനം വെച്ച് കൊടുക്കാം. ഞാൻ തൽക്കാലം ഉപ്പിൻ്റെ ഭരണി വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ നിറയെ ഉപ്പുണ്ട്, അപ്പോൾ അത്യാവശ്യം കനമുണ്ട്. ഇങ്ങനെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാൽക്കട്ടി എടുത്തിട്ട് മുറിച്ച് ഉപയോഗിക്കാം. എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ. പാലിലുള്ള മധുരം എല്ലാം ഈ വെള്ളത്തിലാണുള്ളത്. ഈ വെള്ളം നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കറിയിലേക്കോ ചപ്പാത്തിയിലേക്കൊക്കെ ഉപയോഗിക്കാം. SHFക്കാർക്ക് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇത് ഒഴിവാക്കാം. ക്രീം ചീസ് തയ്യാറാക്കാൻ വേണ്ടി ഇതൊന്ന് അടിച്ചെടുക്കാം. അല്പം കൂടി വെള്ളം ചേർക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യോ 1 കഷ്ണം മെൽറ്റായ ബട്ടറോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം പാൽ പിരിച്ച വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ല കട്ടിക്ക് എടുത്താൽ നമുക്ക് കേക്ക് ഫ്രോസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാം, പിന്നെ സലാഡിലേക്ക് ഉപയോഗിക്കാം. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇടയ്ക്ക് ഓംലെറ്റ് കഴിക്കുമ്പം അതിനോട് കൂട്ടി ഈ ക്രീം ചീസും കൂട്ടി കഴിക്കാനൊരു ചേഞ്ച് തന്നെയായിരിക്കും. ഒരു വ്യത്യസ്തമായ രുചിയിൽ ഓംലെറ്റിലൊക്കെ ചേർത്ത് ഇത് കഴിക്കാം. ഒരു ദിവസം 50 ഗ്രാം വരെ ഈ ക്രീം ചീസ് കഴിക്കാം. അന്നേ ദിവസം വേറെ നോണൊന്നും കഴിക്കുന്നില്ലെങ്കിൽ 100 ഗ്രാം വരെ ആകാം. അങ്ങനെ നമ്മുടെ ക്രീം ചീസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്.
ഇപ്പം ഞാൻ പനീറിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ചിട്ട് ഒരു 3 മണിക്കൂറായി. ഞാനിത് തുറന്നു നോക്കട്ടെ. നല്ല കട്ടയായിട്ടുണ്ട്, നല്ല ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊരിപ്പം 1.5 ലിറ്ററോളം പാലുണ്ടായിരുന്നു. അതിൽ നിന്നിപ്പോൾ ഒരു 200 ഗ്രാമേ പാൽക്കോവ കിട്ടിയിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഞാൻ ഒരു 3 സ്പൂണോളം ക്രീം ചീസ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തു. ബാക്കിയുള്ളതാണിത്. ആവശ്യമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതുകൊണ്ട് പനീർ ബട്ടർ മസാല, പനീർ ടിക്ക, പനീർ ഫ്രൈ ഒക്കെ തയ്യാറാക്കാം. വെജിറ്റേറിയനായ ആൾക്കാർക്ക് മുട്ടയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒന്നാണ് പനീർ. വെജിറ്റേറിയൻസിന് ഒരു ദിവസം 100 ഗ്രാം വരെ പനീർ ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് 60 ഗ്രാം. ഞാൻ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് പനീർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കറിയാവുന്ന വീടുകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പാലും നെയ്യും മോരും തൈരൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പാക്കറ്റിലാവുമ്പോൾ എങ്ങനെയായാലും പ്രിസർവേറ്റീവ്സ് ചേരാതിരിക്കില്ല. അപ്പം കിട്ടാൻ സാഹചര്യമുള്ളവരൊക്കെ വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് പനീർ റെഡിയായി കഴിഞ്ഞു. പനീർ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കാം. ഇനി ചിക്ക് പീ ഫ്ലോർ ചേർക്കാം. അതായത് കാബൂളി കടല അഥവാ വലിയ വെളുത്ത കടല, സാധാരണ കടലപ്പൊടിയല്ല. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മാവ് തയ്യാറാക്കാം. സാധാരണ പോലെ 2 പേർക്ക് വേണ്ടിയല്ല ഞാനിത് തയ്യാറാക്കുന്നത്. വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയാണ് ഇത്രയും അധികം പൊടിയെടുത്തത്. LCHFക്കാർക്ക് ഒരാൾക്ക് ഒരു ദിവസം 30 ഗ്രാം വരെ മാക്സിമം ഉപയോഗിക്കാൻ പാടുള്ളൂ. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ പനീർ മാവിലേക്ക് ഇടുകയാണ്. ഓരോ പനീർ പീസസ് എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ മറിച്ചിടാം. പാകത്തിന് ഗോൾഡൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. LCHF കീറ്റോ സ്പെഷ്യൽ പനീർ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയ പനീറാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബാക്കി വന്ന മാവിൽ ഞാൻ എഗ്ഗ് ബജിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയത്. LCHF എഗ്ഗ് ബജി റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിരുന്നു. അന്ന് മാവില്ലാതെ മുട്ടയിൽ മുക്കിയാണ് പൊരിച്ചെടുത്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചിക്ക് പീ മാവിൽ മുക്കിയിട്ടാണ് പൊരിക്കുന്നത്. ചമ്മന്തി കവർ ചെയ്ത മുട്ട ഓരോന്നായിട്ട് ഞാൻ മാവിലേക്ക് ഇടുകയാണ്. ഒരു സ്പൂൺ കൊണ്ട് മാവ് മുട്ടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചമ്മന്തി വെച്ചതുകൊണ്ട് തിരിച്ചു മറിച്ചിടാൻ പറ്റൂല. ചമ്മന്തി പൊടിഞ്ഞ് മാവിൽ പോകും. ഇനി മുട്ട ഓരോന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇടാം. മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഗോൾഡൻ നിറായി കഴിഞ്ഞാൽ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മളെടുത്ത എല്ലാ മുട്ടയും ഫ്രൈ ചെയ്തെടുക്കാം.
ഹോം മെയ്ഡായി തയ്യാറാക്കിയ പനീർ കൊണ്ടുള്ള പക്കോടയും എഗ്ഗ് ബജിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഒരു സഹായമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പിന്നെ പ്രത്യേകിച്ചും പറയാനുള്ളത്, ഷുഗർ ഉള്ളവരും അമിതമായി വണ്ണമുള്ളവരും ചിക്ക് പീ ഫ്ലോർ ഒഴിവാക്കുകയാണ് നല്ലത്. അഥവാ അവർ കഴിക്കുന്നുണ്ടെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി.